അറിയിക്കണം ഇവിടെ കാര്യം പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ ഞങ്ങൾ പേടിയാ എവിടെ ഞങ്ങൾ മാറി ചെറിയ പിഞ്ചു മക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എന്ത് സ്ഥലത്തിലൂടെ ജീവിക്കാം? ഞങ്ങൾ എത്ര പ്രാവശ്യം സമരത്തിന് പോയെന്നറിയോ? കലക്ടറേറ്റില്, വില്ലേജില്, താലൂക്കില്. ഇനി ഞങ്ങൾ സമരത്തിന് പോയ സ്ഥലമല്ല ഞങ്ങൾക്ക് എന്ത് സുരക്ഷ അവിടെ ഉള്ളത്? 300 രൂപ ഡെയിലി വേജസ് എന്നുള്ള ഞങ്ങൾക്ക് ഞായറാഴ്ച അടക്കം ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ കുറെ ആൾക്കാരും കൂടിയിട്ട് ഞങ്ങളെല്ലാരും ഔട്ടാക്കിയ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞു. എന്ത് സുരക്ഷ? ഒരു മിനിറ്റ് കാണുന്ന എന്റെ വീട്, എന്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന കല്ല് മറും ഇപ്പോഴും അവിടെ കിടക്കാണ്. വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരാം, ഇതൊക്കെ ഉണങ്ങിപ്പോ ഡ്രൈവ് ആയി പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വ ആനുകൂല്യം വില്ലേജ് ഓഫീസറാണ് മുടക്കിയുള്ളത്. അതിലാരും ഞങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ സർക്കാരിന് ഞങ്ങൾക്ക് പൈസ ദുരന്തമാർക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് അവർ കൊടുക്കില്ല? 3 നാൾ പോയാ നമ്മൾ 3 നാൾ മരിച്ചു പോയതാ. അത് ഒറ്റ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളെ പട്ടിയില്ല. ആ 300 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു. അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി. കിട്ടുന്ന ഒരാൾ ബാക്കിയുണ്ട്, ഒരു മകൻ ബാക്കിയുണ്ട്. ഒരു മകൻ ബാക്കിയായി അതിൽ അവർക്ക് കിട്ടി. നമുക്ക് ജീവിക്കണേ, നമുക്കൊരു 300 രൂപ കിട്ടണ്ടേ?